കോഴിക്കോട് പന്തീരാങ്കാവിൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ 150 പേർക്കെതിരെ കേസ്. കാർമോഷണ കേസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ എറണാകുളത്തു നിന്നും എത്തിയ അന്വേഷണ സംഘത്തെയാണ് ആൾക്കൂട്ടം തടഞ്ഞത്. സംഘർഷത്തിനിടെ പ്രതി രക്ഷപ്പെട്ടു. എറണാകുളം ഞാറയ്ക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെയാണ് സംഘർഷം. വള്ളുവത്തോടി ഷിയാഫിനെ കസ്റ്റഡിയിലെടുക്കാൻ എറണാകുളത്ത് നിന്നും എത്തിയ പോലീസ് സംഘത്തെ ഷിയാസിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ഇന്നലെ രാത്രി തടഞ്ഞുവെച്ചു. സംഘർഷമുണ്ടായതോടെ പന്തീരങ്കാവ് പോലീസ് സ്ഥലത്തെത്തി ഇവരെ രക്ഷപ്പെടുത്തി. ഇതിനിടെ 3 പേർക്ക് പരിക്കേൽക്കുകയും പ്രതി രക്ഷപ്പെടുകയും ചെയ്തു. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നടക്കം കണ്ടാലറിയാവുന്ന 150 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പന്തീരങ്കാവ് പോലീസ് കേസെടുത്തു. കൊട്ടേഷൻ സംഘം ഇന്ന് തെറ്റിദ്ധരിച്ചാണ് സംഘത്തെ തടഞ്ഞുവെച്ചതെന്നും വാഹനത്തിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു. കൊട്ടേഷൻ ടീമിന്റെ ഈ കാറ് 2 ദിവസം വഴി അങ്ങാടി റൗണ്ട് അടിച്ച വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ വണ്ടി ഒന്ന് ഞങ്ങൾക്ക് പരിശോധിക്കണം, നാട്ടുകാർക്ക് പരിശോധിക്കണം. എന്താണ് അതിന് വന്ന പോലീസുകാർ ആരും കൂട്ടാക്കിയില്ല. അത് ജനം പിരിയാഞ്ഞപ്പം വേറെ വലിയ വണ്ടി ഒന്നും ലാത്തി ചാർജ് നടത്തി. അതിൽ ഒരുപാട് ആൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാറ് പണയത്തിന് പൈസ കൊടുത്ത് പണയത്തിന് എടുത്തൊരു വണ്ടീൻ്റെ വിഷയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ തൂക്കി പിടിച്ച് വണ്ടിയിലിടുക, എവിടെയുള്ള സ്റ്റേഷനിൽ അറിയില്ല. അപ്പോൾ ഇവിടെയുള്ള സ്റ്റേഷനിലൊന്നും വിവരം ഒരു അറിയിച്ചില്ല എന്നാണ് നമ്മളോടൊപ്പം പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് പറ്റൂല. നാട്ടുകാർ അതിൽ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ആ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള സംസാരങ്ങളില്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ വന്നത്. പ്രത്യേകിച്ച് സ്ഥലം എസ് ഐ വന്നിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആളുകളെയാണ് ബാക്ക് കൂടി വന്നിട്ടൊക്കെ അടിച്ച് പരിക്കേൽപ്പിച്ചത്. ഷിയാഫ് എറണാകുളത്ത് നിന്നും വാഹനം വാടകയ്ക്ക് എടുത്തിരുന്നതായും ഇത് സംബന്ധിച്ച തർക്കം പോലീസ് കേസായി എന്നുമാണ് സൂചന. റിപ്പോർട്ടർ, കോഴിക്കോട്.